ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചലഞ്ച് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടർ ചലഞ്ച്. അപ്പൊ ഒരു സിനിമയിലെ നായകനോടൊപ്പമുള്ള എന്നാ അത്രയായിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാവും, അഭിനയിക്കുന്ന നായകനോടൊപ്പം തന്നെ അഭിനയിക്കുന്ന ക്യാരക്ടർ. ആ ക്യാരക്ടറെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നായകനോടൊപ്പം തന്നെ അത് നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവും ആ ക്യാരക്ടർ. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാനാകുന്ന ക്യാരക്ടറാണ്. അതുകൊണ്ട് ഈസി ആയിട്ടുള്ളൊരു ഗെയിമാണ്. ഏകദേശം ഒരു 10-25ഓളം ക്യാരക്ടർ ഉണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നല്. അപ്പോൾ നമുക്ക് എന്താ അപ്പോൾ നമുക്ക് എന്താ ചലഞ്ചിലേക്ക് പോവാ. അതുപോലെ തന്നെ ഇന്നത്തെ എന്താ വെച്ചാൽ നേരം പണിഷ്മെന്റ് തരുവാണ് ചെയ്യുക. അവസാനം ഗെയിമിന്റെ അവസാനം പണിഷ്മെന്റ് എന്നല്ല, ഉത്തരം പറയാത്ത ആൾക്കാർക്ക് ഇങ്ങനെ വെച്ചിട്ട് ഓരോന്നിങ്ങനെ നെറ്റിമേൽ അടിച്ചു തരും, ഓരോ സീല് വീതം. ഇതെന്താന്ന് വെച്ചാൽ മൈദപ്പൊടിയാണ്. അപ്പോൾ പറയാത്ത ആളെ മൊത്താണ് ഇത് വെച്ച് പറ്റിക്കുക. ഓക്കെ, മനസ്സിലായോ? ചിരി നോക്കി, നല്ല ചിരി. ഇത് മുഖത്ത് വരുന്നേരം വേണേ, അല്ല മുഖത്തേക്ക് തേക്കുന്നേരം വേണേ ആ ചിരി. അപ്പൊ നമുക്ക് നേരെ ചലത്തിലേക്ക് പോയിട്ട് വരാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അതെ ഗൈസ്, എന്നാ കീച്ചനായിട്ടെന്നാ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോഴാണ്. നിങ്ങൾക്കുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഈ തട്ടയല്ലേ തൊപ്പി ഇട്ട് നിൽക്കുന്നത് ആരാണ്? സിനിമ പേര് വേണേ ഞാൻ പറഞ്ഞുതരാം. അറിയല്ലേ? കിളിച്ചുണ്ട മാമ്പഴം മോഹൻലാലിന്റെ ഒപ്പം തന്നെയാണ് നിൽക്കുന്നത്. അത്രയും മോഹൻലാലിന്റെ ഒപ്പമുള്ള ഒരു ആക്ടറാണിത്. ശ്രീനിവാസനാണ് എല്ലാവർക്കും അറിയാം. ക്യാരക്ടറെ പേരാണ് നമുക്ക് വേണ്ടത്. ആ, ഞാനവിടെ കണ്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്. എന്താ എന്താ മൊയ്തു ഹാജി അല്ല, മൊയ്തുട്ടി ഹാജി. റൈറ്റ് ആൻസർ, കൈയടിക്കും. അപ്പോ ഇന്നത്തെ എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ അകത്ത് ജയിച്ചിട്ടുള്ള അമ്മയാണ്. അപ്പൊ പണിഷ്മെന്റ് ആയിട്ട് സനുവിന് കുറച്ച് മൈദപ്പൊടി അഥവാ ആട്ടപ്പൊടി ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഇതാരുടെ ഇത് കുറിയെല്ലാം തിരക്കുന്നത്? ഓ ഇല്ല, ഏതില്ലത്യാവോ? ഇല്ലാത്ത ഇല്ലത്യാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാ. ഇതാണ് അല്ല, ഭാഷയല്ല. റൈറ്റ് ആൻസർ. ഓ അങ്ങനെ പറ്റൂല, ഞാനാക്കാം. ഇതാണ് ജോക്കറാ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാ. കണ്ണട അയക്കുന്നോ? ഇത് കാണൂലല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പോവാണ്. ഇതാണ്. അറിയുന്നവർ പെട്ടെന്ന് കൈവെക്കണമെന്നില്ല, പറഞ്ഞാ മതി. പച്ചക്കുതിര അടിക്കണ കൈ. അല്ല, മോളല്ല. ഓക്കെ, നേരെ പോകും ക്യാമറയിലേക്ക്. ഇതാരാണ്? അടുത്ത ഇതാണ്. കറക്റ്റ് ആയിട്ടുള്ള പേര് ആരാണ്? റിംഗ് മാസ്റ്റർ. മൂസ. പക്ഷെ ദിലീപിന്റെ പേര് കറക്റ്റ് ആയിട്ടുള്ള പേര് ആരാണ്? റൈറ്റ് ആൻസർ, കയ്യടി. അർജുന്. റൈറ്റ് ആൻസർ. അപ്പൊ ഇപ്പൊ എത്ര മാർക്ക്? 2 2 പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത മിഥുനത്തിലെ ഇത് ഇന്നസെന്റിന്റെ പേരാ ചോദിക്കുന്നത്. 1 2 മിഥുനം കണ്ടിക്കില്ല, 3 4 5. ഒരു പിടുത്തമില്ല. കേട്ടിക്കുർ. തനിക്ക് വയ്യെങ്കിൽ ഞാൻ പൊട്ടിക്കണോന്ന് പറയുന്നേ. ഇതിന്റെ ഇന്നസെന്റ് ഇങ്ങനെ കൈ കെട്ടി നിൽക്കുന്ന സീനില്ലേ? അടുത്ത ഇതാണ്.
ഇല്ലാതെ ഈ ഇതേ സിനിമ വന്തല അല്ലേ അത് ഇതല്ല സോറി ആ മാറിയത് ചിത്രം ആ ചിത്രത്തിലെ മോഹൻലാലാണ് വന്ദൻ എന്ന് മാറിപ്പോയി സോറി ഗൈസ് അപ്പൊ അല്ല അതിൽ തന്നെയാ ഇല്ല രണ്ട് മോഹൻലാലിന്റെ പേരാണ് എന്താ വെച്ചാ 2-2 മാർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം ഗൈസ് ഒന്നുമില്ല, ഞാൻ അവസാനം പറയാം. എന്തോ ഒരു കുഴപ്പമില്ല. ഇതാണ് ക്വസ്റ്റ്യൻ. പെട്ടെന്ന് പറ. 1 2 എന്തിനും ചിത്രം ആ ചിത്രം തന്നെ. ചിത്രത്തിലെ മോഹൻലാലിന്റെ നെയിം എന്താണ്? 3 4 റൈറ്റ് ആൻസർ. ആള് മാറിപ്പോയി. ഞാൻ ആരായിട്ടാണ് അതിന്റെ മൊത്താക്കിയുള്ള 3-2 ആള് മാറിപ്പോയി, മാറ്റി മാറിപ്പോയി. മെമ്മറി അടുത്ത അടുത്ത ക്വസ്റ്റ്യൻ. മോഹൻലാലാന്ന് നമുക്കറിയാം. 6-ാം തമ്പുരാനിലെ മോഹൻലാലിന്റെ പേരെന്താ? തമ്പുരാൻ തന്നെയാ. ചിറക്കൽ തമ്പുരാനാ? അതേ തമ്പുരാനാ? 6-ാം തമ്പുരാന്റെ സിനിമ പേരാണോ? അല്ലല്ല. ദ്വിവിക്രമനാ? അറിയോ? 1 2 ഇപ്പൊ 3-2 അല്ല 3-2 പോയിക്കൊണ്ടിരിക്കുന്നത്. 1 2 3 1 2 4 ഇല്ല, ആരും പറഞ്ഞില്ലായിരിക്കില്ല. ജഗന്നാഥൻ അറിയോ? അടുത്ത ഇതാണ് ദേവാസുരത്തിലെ മോഹൻലാലിന്റെ പേര്. കാർത്തികേയനല്ല ദേവാസുരത്തിലെ. അതല്ല ഇത് നീലല്ലേ? ആ മംഗലശ്ശേരി നീലാണ്ട്. റൈറ്റ് ആൻസർ. അപ്പൊ സനുവിന്റെ മുഖത്തേക്ക് നമുക്ക് ഇത് വെച്ചു കൊടുക്കാം. ഈ ഭാഗമാണ് ഒഴിവുള്ളത്. ഇപ്പൊ എത്രയാ? 3-3 പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഈസി ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇതാണ് സോറി ഇതാണ് കമ്മത്താൻ കമ്മത്ത്. രാജ കമ്മത്ത്. അടുത്ത ഒന്ന് രാജ കമ്മത്ത്. ഒന്ന് രണ്ടാണ്. ഇപ്പൊ രാജരാജാമത്ത് പറഞ്ഞ സിനിമ. ഓക്കെ, രാജരാജാമത്ത് പറഞ്ഞ 2 പേരും പറഞ്ഞാൽ മാത്രമേ മറക്കരുത്. റൈറ്റ് ആൻസർ. മെമ്മറി. ദേവരാജ കമ്മത്ത്, രാജരാജ കമ്മത്ത് ആൻഡ് ദേവരാജ കമ്മത്ത്. 4-5 4-3. അടുത്ത ആടിലെ ധർമ്മജന്റെ പേരെന്താണ്? സച്ചിൻ. കൈയടിക്കട. സച്ചിൻ ക്ലീറ്റസ്. ക്യൂട്ടസാ. ഇത് വിടുന്ന് ഈനെന്താ പൊടിയിലിട്ട് കൊണ്ടുപോയി. 5 അടുത്ത മണിച്ചിത്രത്തായിലെ ശോഭനന്റെ പേരുണ്ട്. 5-3 5-3 ദുർഗ അങ്ങോട്ട് പോകുന്നുണ്ട്. ഈ ഗംഗ പാൽപ്പൊടിയിൽ വീണ ഗംഗ എന്ന് പറഞ്ഞിട്ട് വരും. അടുത്ത പാണ്ടിപ്പടയില് നവ്യ നായരുടെ പേരുണ്ട്. 2 ഒരുമിച്ച് അങ്ങോട്ട് നോക്കി ക്വസ്റ്റ്യൻ മാറ്റി പിടിക്കാം. പാണ്ടിപ്പടയല്ല, പാണ്ടിപ്പട. 2 ഒരുമിച്ച് പറഞ്ഞുകൊണ്ട് ആർക്കും മാർക്കില്ല. അടുത്ത
ചാന്ത് അമ്മ പൊട്ടില്ല. വീണു ആർവേ അത് രണ്ട് പ്രശ്നമില്ല കുട്ടെ. ദൂക്കല്ലേ വിട്ട് പാണ്ടി പറയാം. ചാന്ത് പൊട്ടില്ല. അടുത്ത ദിവസം ചാന്ത് പൊട്ടില്ലേ ദിലീപിന്റെ ഓടി ഇന്ദ്രയിത്തുണ്ട്. ഇന്ദ്രയിത്തിന്റെ പേരുണ്ട്. അല്ല, റൈറ്റ് ആൻസർ. കുമാരൻ റൈറ്റ് ആൻസർ. കൈയടിക്കണം. ഇപ്പൊ എത്ര മാർക്ക്? 4. 6 5 ആറായി ലാസ്റ്റ് ദുർഗനെ പറഞ്ഞ 6ആയില്ലേ? 6 അപ്പൊ 4 6 ഒരു കുട്ടി കൊടുക്കാം. എന്റെ മോനെ ചെറുപ്പത്ത് പോലും എന്നെ എന്റെ അമ്മ ഇങ്ങനെ ഒരുക്കിയില്ല. അടുത്ത രസതന്ത്രത്തിലെ മീര ജാസ്മിന്റെ പേരെന്ത്? മീര ജാസ്മിന്റെ പേരെന്ത്? രസതന്ത്രം മീര ജാസ്മിൻ. രണ്ടാളെന്ന് കണ്ടിട്ടല്ല. ആരാ ഇതല്ല. ആരാ? ഞാൻ ആരാ ഇട്ടാ കഴിച്ചേ? വേലായുധൻ കുട്ടി. വേലായുധൻ കുട്ടിയാ? ആസക്കുട്ടിയല്ല? ആസക്കുട്ടിയാ. 5 6 പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. അറബി ഓട്ടവും പി മാധവൻ നായർ സിനിമേന്റെ അകത്ത് മോഹൻലാലിന്റെ പേരുന്നാ? മോഹൻലാലിന്റെ പേര് മാധവൻ. മുകേഷിന്റെ പേരെന്താണ്? അരപ്പട്ടി മുഹമ്മദ്. അല്ലല്ല, അല്ലല്ല, വാപ്പാന്റെ പേരാണ്. ഓയ ഓയ അല്ലല്ല, അല്ല അല്ല. അബ്ദു. റൈറ്റ് ആൻസർ. അബ്ദു. ഇപ്പൊ എത്ര? 7 5 അടുത്ത അടുത്ത ക്വസ്റ്റ്യൻ. വെള്ളാനകളുടെ നാട് എന്ന് പറഞ്ഞ സിനിമേന്റെ അകത്ത് മോഹൻലാലിന്റെ പേരുണ്ട്. സിനിമ തന്നെ അറിയില്ല. എന്താ? താമരശ്ശേരി ചൊരവോ എന്ന് പറഞ്ഞിട്ട് പപ്പുവിന്റെ ഒരു സീനില്ല. ഇതും പൊളിച്ച് വീട് കണ്ടിട്ടില്ല. അല്ലല്ല, അതെയല്ലേ കൊറേ നേരമല്ലോ വേണ്ടലും വേണ്ടാത്തലും എല്ലാം അനന്തനെ പിടിച്ചു മുക്കുന്നത്. വിഷ്ണു. അല്ലല്ല, അല്ല, വലിയ പേരാ. കുഞ്ഞിരാമൻ. അല്ലല്ല, കുഞ്ഞിക്കണ്ണൻ. പവിത്രൻ നായർ. ഓ, അറിയില്ലായിരുന്നു. അടുത്ത വലിയ പേരാണ്. അമ്മ അമ്മക്ക് അറിഞ്ഞതിന്റെ കൂടെ തള്ളിനൊരു ഇത് എങ്ങോട്ടാ നോക്കുന്നത്? ഇതിൽ നോക്കുന്നതിനെ കൊണ്ട് കുഴപ്പമില്ലല്ലോ. അടുത്ത തൊമ്മനും മക്കളുടെ അകത്തു രാജൻ പി ദേവിന്റെ പേരെന്ത്? കൈയടിക്കടാ. രാജൻ പി ദേവ് ഒരു അച്ഛൻ തന്നെ. ആ, ഇപ്പൊ എത്രയാ? 6 പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. സമ്മറിൻ ബദ്ലഹിന്റെ അകത്ത് സുരേഷ് ഗോപിന്റെ പേരുണ്ട്. ഡൈന. റൈറ്റ് ആൻസർ. പൊടിയിൽ വീണുറങ്ങും. അതാ ബ്ലഷ്. നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ നേരം. നല്ല സുഖല്ലേ. അടുത്ത പഞ്ചാബി ഹൗസിൽ ദിലീപിന്റെ പേരുണ്ട്. സുഗുണൻ. അല്ല, ഞാൻ മരിച്ചുപോയ മരിച്ചുപോയ ഉണ്ണീനെ ക്ലോസ് ആയ റൈറ്റ് ആൻസർ. ഉണ്ണി ക്രിസ്ത്യനാ? ഉണ്ണി ഉണ്ണി. സ്ഥലമില്ലടാ. നിർത്തിക്കളയാ. അടുത്ത കുഞ്ഞിക്കൂനന്റെ അകത്ത് ദിലീപിന്റെ പേരുണ്ട്. റൈറ്റ് ആൻസർ. കൈവെക്കുന്നതാണ് പക്ഷെ ഉത്തരം പറയുന്നില്ലേ. അടുത്ത ഈ ചാലഞ്ചിന്റെ അകത്തുള്ള അവസാന ക്വസ്റ്റ്യനാണ്. മേരിക്കുണ്ടൊരു കുഞ്ഞാടിന്റെ അകത്ത് ദിലീപിന്റെ പേരുണ്ട്. കുഞ്ഞാട്. കുഞ്ഞാടല്ല, അത് കളിയാക്കി വിളിക്കുന്ന പേരാ. ജോസല്ല. ജോസേട്ടനാ? എന്റെ കുഞ്ഞാടേ. പറ കുഞ്ഞാടേ 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 എല്ലാരും വിളിക്കുന്നത് കുഞ്ഞാടേ കുഞ്ഞാടേ. പക്ഷെ ഓന്റെ പേരൊരു വെറൈറ്റി പേരാണ് അല്ലേ? പറയാൻ പറ്റുമോ? അയാളെ പേര് തന്നെ കിട്ടും. എന്താ?
അറിയിട്ട് പോയാണ് ശമനം പോയി കുളി എന്ന് പറയുന്ന ഒരു സീനുണ്ട്. പറയാനാവോ? 1 2 ആർക്കും പറയാനാവോ? ഇവിടുന്ന് പ്രൈസ് കിട്ടൂലേ? ഡയറക്ടർ MG സോളം എന്ന് വിളിച്ചോളാം. നോക്കുന്നത് അപ്പൊ ചലഞ്ചിന്റെ അകത്ത് വിജയിച്ചിട്ടുള്ളത് ഗോപിക. കൈയടിക്കമ്പേ. ഇന്നത്തെ ചാലഞ്ചിന്റെ അകത്ത് പ്രൈസ് ഇല്ല, വെറും ചലഞ്ച് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ പണിഷ്മെന്റ്, നമ്മളധികം പണിഷ്മെന്റ് ഒഴിവാക്കലല്ലേ. അപ്പൊ ഇന്നത്തെ ചലഞ്ചിന്റെ അകത്ത് പണിഷ്മെന്റ് മാത്രം വെച്ചിട്ട് പണിഷ്മെന്റ് മാത്രമേ ഉള്ളൂ. എന്താ പ്രൈസ് ഇല്ല. ഹാപ്പി അല്ലേ? പിന്നെ ഹാപ്പി അല്ലേ? ഇതിലെ കോലം നോക്കി കണ്ട കണ്ട പൂച്ച കരി എങ്ങനെ ഉണ്ടാവുക? എന്താ പറയുന്നത്? കണ്ട പൂച്ച കാട്ട് നിന്നിട്ട് കരിയല്ലുണ്ടാവുക. അത് കണ്ട പൂച്ച കള്ളന്മാരാണ് നീ പറയുന്നത്? എന്തോ ഏതോ യൂണിവേഴ്സായിട്ട് കണ്ട പൂച്ച ആണ് പൂച്ച വലുതായ കണ്ടം പൂച്ച എന്നറിയാം അല്ലേ? അപ്പൊ ഗൈസ് ഇന്നത്തെ ചലഞ്ചും പണിഷ്മെന്റും നമ്മൾ ഇവിടെ നിർത്താൻ പോവാണ്. കുഞ്ഞൊരു ചലഞ്ചാണ്. അതുപോലെ തന്നെ പ്രൈസും കാര്യങ്ങളൊന്നുമില്ല. സനുവാണ് ഇന്നത്തെ വിജയിച്ചിട്ടില്ല, വലിയ കാര്യമൊന്നുമില്ല. അതെന്താ ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട പണിഷ്മെന്റ് ഇരുന്നുണ്ട്, അടി കൂടല്ല. അപ്പൊ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.